ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ +2 മാർക്ക് സബ്മിഷൻ്റെ ഡേറ്റ് ഇന്നലെ പ്രവേശന പരീക്ഷാ കമ്മീഷണർ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ഓൾറെഡി എല്ലാവരും അറിഞ്ഞു കാണും. എൻ്റെ വീഡിയോ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പം +2 മാർക്ക് സബ്മിറ്റ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ഇന്നലെ ആയിരുന്നു വന്നിരുന്നതും. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് എൻജിനീയറിങ്ങിന് റാങ്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് +2ൻ്റെ മാർക്ക് ആഡ് ചെയ്യണം. +2ന് നമുക്ക് PCM ഫിസിക്സ് കെമിസ്ട്രി മാത്സിൽ കിട്ടിയ മാർക്കും എൻജിനീയറിങ്ങിന് കിട്ടിയ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2025 ജൂൺ 2 തിങ്കളാഴ്ച 3 മണി വരെയാണ്. ഹൗ ടു സബ്മിറ്റ് മാർക്ക്, എങ്ങനെയാണ് മാർക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതായത് നമുക്കറിയാം, വെബ്സൈറ്റ് www.cee.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി നമ്മൾക്ക് +2ൽ കിട്ടിയ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും കിട്ടിയ മാർക്കാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ഫിസിക്സിന് കിട്ടിയ മാർക്കും കെമിസ്ട്രിക്ക് കിട്ടിയ മാർക്കും മാത്സിന് കിട്ടിയ മാർക്കും +1ലെ മാർക്ക് നമ്മൾ ആഡ് ചെയ്യത്തില്ല. ഓൺലി +2ലെ മാർക്ക് മാത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ആൻഡ് അതിനുശേഷം നമുക്ക് ഈ സബ്മിറ്റ് ചെയ്ത ശേഷം ഈ ഡേറ്റ നമ്മുടെ പ്രിൻ്റ് എടുത്ത് കൈവെക്കേണ്ടതാണ്. അപ്പം എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? അതായത് വെബ്സൈറ്റ് നമുക്കറിയാം. ഈ വെബ്സൈറ്റിൽ കയറിയ ശേഷം കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറയുന്ന ഇൻ്റർഫേസ് വരും. കാൻഡിഡേറ്റ് ലോഗിനിൽ നിങ്ങൾക്ക് കിട്ടിയ ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരിക. അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എൻജിനീയറിംഗ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത ശേഷം വേണം നിങ്ങൾ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും മാർക്ക് ആഡ് ചെയ്ത് സബ്മിറ്റ് എല്ലാം കൊടുത്ത ശേഷം കൺഫർമേഷൻ റിപ്പോർട്ട് എന്ത് ചെയ്യണം? പ്രിൻ്റ് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ഇനി നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? ഫിസിക്സ് കെമിസ്ട്രി മാത്സിൻ്റെ ഏതൊക്കെ മാർക്കാണ്, അതായത് ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെ നിങ്ങൾക്ക് കിട്ടിയ TE+CE+PE മാർക്കാണ് ആഡ് ചെയ്യുന്നത്. ടി എന്ന് പറയുന്ന ടെർമിനൽ എക്സാമിനേഷൻ, നിങ്ങൾ 60ൽ എത്ര മാർക്കാണ് എഴുതി വാങ്ങിച്ചത്, പ്ലസ് നിങ്ങൾക്ക് കിട്ടിയ കണ്ടിന്യൂസ് ഇവാലുവേഷൻ CE മാർക്ക്, 20ൽ കിട്ടിയ CE മാർക്ക് പ്ലസ് പ്രാക്ടിക്കലിന് കിട്ടിയ 40, മൊത്തം 120ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, ആ മാർക്കാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതേപോലെ ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും മാത്സിൻ്റെയും അങ്ങനെ ടോട്ടൽ 360 മാർക്ക്. 360ൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളതാണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഈ കിട്ടിയ മാർക്കും എൻട്രൻസിന് കിട്ടിയ സ്കോറും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ +2ൻ്റെ മാർക്ക് ആഡ് ചെയ്യുക. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഈ മാർക്ക് സബ്മിഷനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിൻ്റേതായിട്ടൊരു പുതിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.